ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ നിവിൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പം നിവിൻ പോളി ഒറ്റയ്ക്ക് വന്നവനാടാ. നിവിൻ പോളി ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ എന്ന് നിതിൻ മോളി നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ചോദിച്ച് അത് നമ്മളിങ്ങനെ ചെവിയിലിങ്ങനെ തെങ്ങി നിൽക്കുകയാണ്. എന്തൊരു വരവായിരുന്നില്ലേ അത്, ആ നിതിൻ മോളി വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം കാര്യമല്ല ഇപ്പം പറയുന്നത്, മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമയുടെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പം മലയാളി ഫ്രം ഇന്ത്യ ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആൻ്റണി. ഈ ഡിജോ ജോസ് ആൻ്റണിയെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ മാത്രം മതി അദ്ദേഹത്തിൻ്റെ ലെവൽ എത്രയാണെന്ന് നമുക്കറിയാനായിട്ട്. നിരവധി ആർട്ട് ഫിലിം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ക്യൂനും ജനഗണമനയും. അപ്പം ജനഗണമന എന്ത് സിനിമയായിരുന്നില്ലയോ, പൃഥ്വിരാജിൻ്റെ മാസ്മരിക പെർഫോമൻസ്, ഡിജോ ജോസ് ആൻ്റണി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പിന്നെ ക്യൂൻ എന്ന് പറഞ്ഞ സിനിമ, അത് രണ്ടിലും കൂടെ തന്നെ പുള്ളിയുടെ കാലിബർ നമുക്ക് മനസ്സിലാവും. ഡിജോ ജോസ് ആൻ്റണിയുടെ കൂടെ ഷാരിസ് മുഹമ്മദാണ് ജനഗണമനയുടെ തിരക്കഥാകൃത്ത്. അദ്ദേഹം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ. അപ്പം മലയാളി ഫ്രം ഇന്ത്യയുടെ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത് സാരംഗാണ്. ഈ ശ്രീജിത്ത് സാരംഗാണ് നമ്മുടെ ജനഗണമനയുടെ എഡിറ്റർ. അതുപോലെ സുദീപ് ഇളമണ്ണാണ് സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് പറയണമെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഏതാണെന്നറിയാമോ, നമ്മുടെ അയ്യപ്പനും കോശി. അപ്പോൾ എത്രത്തോളം കാലിബറുള്ള വ്യക്തികളാണ് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അറിയാമോ. അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരാളാണ് ജേക്സ് ബിജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ സിനിമയ്ക്കകത്ത് വലിയൊരു പങ്കുണ്ട്, ഈ സിനിമയുടെ സക്സസ്സിന് വലിയൊരു പങ്കുണ്ട്. അപ്പം സിനിമയിലേക്ക് കുറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റ് അഭിനേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയുടെ കൂടെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ മഞ്ജു പിള്ളയുണ്ട്, സലീം കുമാറുണ്ട്, പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, പിന്നെ അനുശ്വര രാജനാണ് നായിക. പിന്നെ അതുപോലെ തന്നെ മറ്റു പല അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഊക്കായിരുന്നു ആദ്യത്തെ ഹാഫ്. അതാരെയാണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് അങ്ങനെ ഭയങ്കരമായി പൊളിറ്റിക്സ് ഉള്ള രീതിയിലാണിത് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീകരമായ പൊളിറ്റിക്കലും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ് സറ്റയറാണ് പോകുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു സീനുണ്ടായിരുന്നു, കുറച്ച് സീനുകളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഷൈൻ ടോം ചാക്കോയുടെ സീൻ സൂപ്പറായിരുന്നു. അപ്പോൾ അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് സീനുകൾ നല്ലതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭീകരമായ പൊളിറ്റിക്കൽ വെർഷനൊന്നും ഇല്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കാം. അപ്പം ആ സമയത്തൊക്കെ നിവിൻ പോളി അതിമനോഹരമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് എത്രത്തോളം, അതായത് ഓരോരുത്തർക്കും ഓരോരോ ഇതാണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. നിവിൻ പോളി വിൻറ്റേജ് നിവിൻ പോളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നിവിൻ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള നിതിൻ മോളി എങ്ങനെയാണ്, അതാണ് നമ്മുടെ മനസ്സിലുള്ള നിവിൻ പോളി. അപ്പം അത്രയും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പല സീനുകളും ഏച്ച് വെച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും കൊള്ളാം. ധ്യാൻ ശ്രീനിവാസനായിട്ടുള്ള കോമഡികളൊക്കെ നന്നായിട്ടുണ്ട്. 2 വിഭാഗത്തിന് 2 സോഷ്യോ പൊളിറ്റിക്കൽ സീനിയറീസുള്ള 2 വിഭാഗങ്ങളെ നല്ല രീതിയിൽ അവർ ട്രോളുന്നുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ചില സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മഞ്ജു പിള്ളയും സലീം കുമാറും ബെസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി തീരുന്നു. സെക്കൻഡ് ഹാഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കഥാതന്തുവാണ്. അപ്പം എന്തായാലും സംഭവം കിടുക്കിയിട്ടുണ്ട്. അപ്പം അതായത് നമ്മളുടെ പിന്നെ മാനവികതയും എല്ലാമാണ് നമ്മളെ പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കൊണ്ടുപോകുന്നത്. കോമഡി സെക്കൻഡ് ഹാഫിൽ ലേശം കുറവായിരുന്നു പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്ന് പറഞ്ഞാലും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളും. ഇതാണ് മലയാളി എന്ന് നമ്മൾ എവിടെയും പറയും, ഇങ്ങനെ ആയിരിക്കും മലയാളി എന്ന് നമ്മൾ പറയും. അപ്പം മലയാളി ഫ്രം ഇന്ത്യയെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിനെ സംബന്ധിച്ച് ഈ ഓവറോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭീകരമായ സിനിമയാണെന്ന് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാലും സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് മലയാളി എന്ന് നമ്മൾ പറഞ്ഞു പോകും. ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി പറഞ്ഞ കണക്ക് ഇതാണ് മലയാളി എന്ന് നമ്മൾ പറഞ്ഞു പോകും. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയുടെ മ്യൂസിക്കാണ് കേട്ടോ. അദ്ദേഹം വീണ്ടും തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് മലയാള സിനിമയുടെ മുൻനിരയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ മലയാള സിനിമയെ താങ്ങി നിർത്താൻ കഴിയുന്ന മ്യൂസിക് ഡയറക്ടർ ആവും അദ്ദേഹം എന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട്. അപ്പം നേരത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം അതൊന്നും കൂടി ഊട്ടി ഉറപ്പിച്ചു. അപ്പം മലയാളി ഫ്രം ഇന്ത്യ എനിക്ക് നല്ലൊരു അനുഭവമാണ് തന്നത്. അപ്പം നിങ്ങളും ദയവായി പോയി കാണുക. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് മലയാളി, അതെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ ഉറക്കെ വിളിച്ച് പറയും. അപ്പം ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഫോളോ ഫോർ മോർ കണ്ടന്റ്, ട്രാവൽ, മൂവീസ് ആൻഡ് ഫുട്ബോൾ.